Hi dear friends, welcome to an academy. അൺ അക്കാഡമിയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അൺ അക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ക്രാക്ക് കേരള PSC വിത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺ അക്കാഡമിയുടെ സഹായത്തോടു കൂടി കേരള PSC വളരെ സുലഭമായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് വഴി അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലെ എല്ലാ ലൈവ് ആൻഡ് റെക്കോർഡഡ് വീഡിയോസ് ആക്സസ് ചെയ്യാനായിട്ടുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിൽ നിന്നുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുത്ത് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുക. ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പേര് KC ശിവരാജ്. കഴിഞ്ഞ 3 വർഷമായിട്ട് UPSC, SSC, കേരള PSC തുടങ്ങിയ മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. തിരുവനന്തപുരത്തെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് നിലവിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കൊമേഴ്സിലെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും. ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാം എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റിനൈസൻസ് ഓഫ് കേരള, കേരള ഹിസ്റ്ററി തുടങ്ങിയ ടോപ്പിക്സിലാണ് ഞാൻ ക്ലാസ്സസ് എടുക്കുന്നത്. നിലവിൽ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാം എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ SI എക്സൈസ് ഓഫീസർക്ക് വേണ്ടിയിട്ടുള്ള മോർണിംഗ് ബാച്ച് കോഴ്സസും ഈവനിങ്ങിൽ SB സ്പെഷ്യൽ ബ്രാഞ്ച് CIDക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് കോഴ്സസും നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഒക്ടോബർ 2-ാം തീയതി മുതൽ ഞങ്ങൾ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. LDC പ്രിലിമിനറി എക്സാമിനേഷൻ ബേസ് ചെയ്തിട്ടുള്ള പുതിയ ബാച്ച് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാം എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് അൺഅക്കാഡമിയിൽ നിന്ന് ലഭിക്കുന്നത്? ഡെയിലി ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുവഴി എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാനും ഡൗട്ട്സ് ചോദിക്കുവാനും ഉള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ് നിങ്ങളുടെ പ്രിപ്പറേഷനെ അനലൈസ് ചെയ്യാനായിട്ട് മോക്ക് ടെസ്റ്റും പ്രീ ടെസ്റ്റും ക്വിസസും എല്ലാം തന്നെ അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതാണ്, വീക്ക് ഏരിയാസ് ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള അവസരം അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ സ്ട്രക്ചേർഡ് കോഴ്സ് അവൈലബിൾ ആണ്. സ്ട്രക്ചേർഡ് കോഴ്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് സിലബസ് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്ത് പോകുവാനായിട്ടുള്ള അവസരം അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അൺലിമിറ്റഡ് ആക്സസ് ആണ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു സിംഗിൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് വഴി അൺഅക്കാഡമിയിലെ എല്ലാ ലൈവ് ആൻഡ് റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? അൺലിമിറ്റഡ് ആക്സസ്, 24/7 ആക്സസ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലേക്ക് ലഭിക്കുന്നുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സസ്, ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ്, സ്ട്രക്ചേർഡ് കോഴ്സ്, അൺലിമിറ്റഡ് ആക്സസ്, ഇത് ഇത്രയും തന്നെ അൺഅക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, സബ്സ്ക്രിപ്ഷൻ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 350 rupees പെർ മന്ത് എന്ന് പറയുന്ന റേറ്റിലാണ് സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഈ ലൈവ് ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് പ്ലസിന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കുന്നുണ്ട്. പ്ലസ് ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു. എല്ലാ ദിവസവും അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ടാർഗറ്റ് 2020 എന്ന് പറയുന്ന ഒരു കോഴ്സ് ഡെയിലി സെഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ വർഷങ്ങളിലുമുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്ത് വരുന്നത്. നിങ്ങൾ ഫോളോ ചെയ്തതിന് ശേഷം, അൺഅക്കാഡമി ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സസ് എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. ലൈവ് ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ അത് ഫോളോ ചെയ്യുക. ഇന്ത്യയിലെ തന്നെ കേരള PSCക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സസ് എടുക്കുന്നത്.
ഞങ്ങൾ എല്ലാവരുമാണ് നിങ്ങൾക്ക് കേരള PSC അഥവാ ഗവൺമെന്റ് സർവീസ് എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാനായിട്ട് സഹായിക്കുന്നത് ഈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് എല്ലാവരും കൂടെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരള PSC നിങ്ങൾക്ക് വളരെ സുലഭമായിട്ട് അക്കാഡമിയുടെ സഹായത്തോടു കൂടി ക്രാക്ക് ചെയ്യാനും കവർ ചെയ്ത് പോകാനായിട്ടുള്ള അവസരം ലഭിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന PSC എക്സാമിനേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സസ് അക്കാഡമി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നിലവിൽ LDC എക്സാമിനേഷൻ ബേസ് ചെയ്തും അതുപോലെ തന്നെ LP UP എക്സാമിനേഷൻ, LGS, ഫയർമാൻ, SI, അതുപോലെ തന്നെ അറിവ്, അങ്ങനെ പറഞ്ഞ പല പല ബാച്ച് കോഴ്സസ് അക്കാഡമി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ടോപ്പ് ഫാക്കൽറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള ബാച്ച് കോഴ്സസ് ആയതുകൊണ്ട് തന്നെ സിലബസ് നിങ്ങൾക്ക് കോംപ്രിഹെൻസീവ് ആയിട്ട് ഇതിൽ കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾക്ക് പ്രിപ്പറേഷനും വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അവസരം ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വഴി നിങ്ങൾക്ക് ഈ ബാച്ച് കോഴ്സസ് എല്ലാം തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അക്കാഡമി ഫോളോ ചെയ്യുന്നത് ഒരു കോംപ്രിഹെൻസീവ് സിലബസ് ആണ്. സിലബസ് ആൻഡ് പ്രിപ്പറേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലാംഗ്വേജ് എന്നിങ്ങനെ 3 രീതിയിലാണ് അക്കാഡമി സിലബസിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോംപ്രിഹെൻസീവ് ആ സിലബസ് കവർ ചെയ്ത് പോകാനായിട്ടുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് സിലബസ് കോംപ്രിഹെൻസീവ് ആയിട്ട് കവർ ചെയ്യുന്നത് വഴി കേരള PSC വളരെ സുലഭമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മോക്ക് ടെസ്റ്റിലും ഫ്രീ ടെസ്റ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള അവസരവും അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ടെസ്റ്റും മോക്ക് ടെസ്റ്റും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രിപ്പറേഷനെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എക്സാമിനേഷനിലുള്ള ഒരു ഫിയർ അല്ലെങ്കിൽ എക്സാം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിയർ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാനായിട്ടും ഇത് സഹായിക്കുന്നു. നമ്മൾ നോക്കുന്ന എന്താണ് അക്കാഡമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജസ്. ഒന്നാമതായിട്ട് ഷെഡ്യൂൾ ദാറ്റ് വർക്ക്സ് ഫോർ യു. നിങ്ങൾക്ക് അനുയോജ്യമാവുന്ന രീതിയിലുള്ള ഷെഡ്യൂൾ അക്കാഡമി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അതായത് അൺലിമിറ്റഡ് കോഴ്സ് ആണ് അക്കാഡമിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ഷെഡ്യൂൾ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾക്ക് ഏത് ടൈമാണോ കൺവീനിയന്റ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക, ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് ആക്സസ് ചെയ്യാനായിട്ടുള്ള അവസരം അക്കാഡമി ഒരുക്കുന്നുണ്ട്. നോ ലാംഗ്വേജ് ബാരിയേഴ്സ്. അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഒരു തരത്തിലുമുള്ള ലാംഗ്വേജ് ബാരിയേഴ്സ് വരുന്നില്ല. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ് കൂടാതെ ഏതാണ്ട് 12ഓളം റീജിയണൽ ലാംഗ്വേജസിൽ ക്ലാസ്സസ് എടുക്കുവാനായിട്ട് അക്കാഡമിയിൽ എഡ്യൂക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് കേരള PSC ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരവസരം വരികയില്ല. ലാംഗ്വേജ് ഏതും തന്നെ ആവട്ടെ, വിച്ച് ലാംഗ്വേജ് യു ഫോളോ, അക്കാഡമി ആ ലാംഗ്വേജിലെല്ലാം തന്നെ വേഴ്സറ്റൈലായിട്ട് സ്യൂട്ട് ആവുന്നതാണ്. ലേൺ എനി ടൈം എനിവെയർ. നിങ്ങൾക്ക് ഏത് സമയത്തും ഏത് സ്ഥലത്ത് നിന്നും അക്കാഡമി ആക്സസ് ചെയ്യാനും അക്കാഡമിയിലെ ലൈവ് ആൻഡ് റെക്കോർഡ് വീഡിയോസ് കാണുവാനായിട്ടും സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഓഫ്ലൈനായിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മൊബൈലിലോ അല്ലെങ്കിൽ PC-യിലോ അല്ലെങ്കിൽ ടാബ്ലറ്റിലോ നിങ്ങളെ കംഫർട്ട് അനുസരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് വേണമെങ്കിലും അക്കാഡമി ആക്സസ് ചെയ്യാനായിട്ടുള്ള അവസരവും ലഭിക്കുന്നുണ്ട്. എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് ലൈവായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരുടെ അടുത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാനും അവരുടെ അടുത്ത് നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം അക്കാഡമി ഒരുക്കുന്നുണ്ട്. എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ലാസ്സസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ ഡൗട്ട്സ് ചോദിക്കാനായിട്ട് സാധിക്കുന്നു. എഡ്യൂക്കേറ്റേഴ്സ് അത് ഉടനെ തന്നെ ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതും ആയിരിക്കും. ക്ലാസ്സസിനിടയ്ക്ക് എഡ്യൂക്കേറ്റേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ലൈവ് പോൾസിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ലീഡർ ബോർഡിലേക്ക് എത്തുവാനായിട്ട് ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നു. ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ്. അക്കാഡമി പ്ലാറ്റ്ഫോമിൽ ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസ് അവൈലബിൾ ആണ്. അതുവഴി ലൈവ് ടെസ്റ്റ് ആൻഡ് ക്വിസസിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എക്സാമിനേഷൻ ടെൻഷൻ ഒഴിവാക്കുവാനും എക്സാം ക്വസ്റ്റ്യൻ പാറ്റേണെ പറ്റി ഒരു അവയർനെസ് ലഭിക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് മെഷർ ചെയ്യാനായിട്ടും ഇത് വളരെ എളുപ്പത്തിൽ സഹായിക്കുന്നു. ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതാണ്, വീക്ക് ഏരിയാസ് ഏതാണ്, ഏതൊക്കെ ഏരിയാസിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു, ഏതൊക്കെ ഏരിയാസിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് നിങ്ങൾക്ക് ഈ ക്വിസിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഒരു സെൽഫായിട്ട് ഒരു ഇന്റർപ്രിട്ടേഷൻ നടത്തുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് തീരുമാനിക്കുവാനും ഇത്
വളരെ വളരെ സഹായകമാവുന്നുണ്ട്. എക്സാം പ്രിപ്പറേഷനെ എല്ലാ സ്റ്റേജസിലും ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ രീതിയിലുമുള്ള PDFs ലേണിംഗ് മെറ്റീരിയൽസും എല്ലാം തന്നെ അൺഅക്കാഡമി ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ PDFs ആൻഡ് ലേണിംഗ് മെറ്റീരിയൽസ് എക്സാം പ്രിപ്പറേഷനെ എല്ലാ സ്റ്റേജസിലും ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ തരത്തിലുമുള്ള PDFs ലേണിംഗ് മെറ്റീരിയൽസും എല്ലാം തന്നെ അൺഅക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന അഡ്വാൻറ്റേജസ് എല്ലാം ഉള്ളത് കൊണ്ടാണ് അൺഅക്കാഡമി മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാം തന്നെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ അഡ്വാൻറ്റേജസ് എല്ലാം ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് അൺഅക്കാഡമിയുടെ കേരള PSC സബ്സ്ക്രിപ്ഷൻ എടുത്ത് ജോയിൻ ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ പാക്കേജ് 6 monthsന് 7,650, 12 monthsന് 9,350, 24 monthsന് 13,600 വരുന്നത്. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ പ്രൊമോ കോഡായ SIVAKC ശിവ KC എന്ന് പറയുന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്താണ് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി 10% ഡിസ്കൗണ്ട് എല്ലാ കോഴ്സസിലും നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ ലഭിക്കുന്നതാണ്. നിങ്ങൾ സീരിയസ് ആയിട്ടൊരു പ്രിപ്പറേഷൻ ആണ് നോക്കുന്നതെങ്കിൽ 6 months അല്ലെങ്കിൽ 12 months അല്ലെങ്കിൽ 24 months എടുക്കുവാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിലൂടെ നിങ്ങൾക്ക് ഒരു സീരിയസ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല ക്ലാസ്സസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻ ഡെപ്ത് ആയിട്ട് സീരിയസ് പ്രിപ്പറേഷൻ നടത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ജോയിൻ ചെയ്താൽ മാത്രമാണ് അത് സാധിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. മഹാത്മാ ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മറ്റൊരു മുഖച്ഛായ തീർത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് മഹാത്മാഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മറ്റൊരു ദിശയിലേക്ക്, മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച വ്യക്തിയും ഇന്ത്യയുടെ വാക്കായിട്ട് മാറിയതും ബ്രിട്ടീഷുകാർ ഏറ്റവും അധികം ബഹുമാനിച്ചതും അതുപോലെ തന്നെ ജനങ്ങളുടെ പിന്തുണ കാരണം ബ്രിട്ടീഷുകാർ പേടിച്ച ഒരു വ്യക്തിയായിരുന്നു മഹാത്മാ ഗാന്ധി. അഹിംസയിലൂടെയും അതുപോലെ തന്നെ സത്യാഗ്രഹത്തിലൂടെയും നേടേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുത്ത ഒരു വ്യക്തിയാണ് മഹാത്മാ ഗാന്ധി. സോ ഈ മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പറയുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പങ്കാളിത്തം അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയാതെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. മോഹൻദാസ് ഗാന്ധി അഥവാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒക്ടോബർ 2, 1869 ജനിക്കുന്നത്. പോർബന്ദറിലാണ് ജനിക്കുന്നത്. ഗുജറാത്തിലെ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഉള്ള ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒക്ടോബർ 2, 1869 മഹാത്മാഗാന്ധി ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവ് കരംചന്ദ് ഗാന്ധി. ഇദ്ദേഹം ഒരു നോബിൾ ആണ്, അതുപോലെ തന്നെ സിമ്പിൾ ആയ ഒരു വ്യക്തിയാണ് കരംചന്ദ് ഗാന്ധി. ഇദ്ദേഹം രാജ്കോട്ട് സ്റ്റേറ്റിലെ ചീഫ് ദിവാൻ ആയിരുന്നു കരംചന്ദ് ഗാന്ധി. ഗാന്ധിയുടെ മാതാവ് പുത്ലിബായും വളരെ ഒരു സിമ്പിളും ഒരു മതവിശ്വാസിയുമായ ഒരു വനിതയായിരുന്നു. ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ച ഒരു വ്യക്തി ഗാന്ധിജിയുടെ മാതാവാണ്. ഗാന്ധിജിയുടെ മാതാവിന്റെ മതപരമായ ചായ്വാണ് ഗാന്ധിയിലും കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജി ഒക്ടോബർ 2, 1869 പോർബന്ദറിൽ, ഗുജറാത്തിലെ പോർബന്ദർ, വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിലുള്ള പോർബന്ദറിലാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത്. ഇത് PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഗാന്ധിജിയുടെ പിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇദ്ദേഹം രാജ്കോട്ട് സ്റ്റേറ്റിന്റെ ചീഫ് ദിവാൻ ആയിരുന്നു. കരംചന്ദ് ഗാന്ധി വളരെ സിമ്പിൾ, വളരെ ലോലമായ വ്യക്തിയും അതുപോലെ തന്നെ നോബൽ പേഴ്സണുമായിരുന്നു കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ അമ്മ പുത്ലിബായിയുടെ മതപരമായ
ആ ഒരു കൈയാണ് ഗാന്ധിജിയിൽ ലഭിച്ചത്. ഗാന്ധിജിയുടെ തുടക്കകാലത്തിൽ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വ്യക്തിത്വം ഗാന്ധിജിയുടെ മാതാവ് പുത്ലിബായി തന്നെയായിരുന്നു. പുത്ലിബായിയുടെ ആ ഒരു ഇതിലാണ് ഗാന്ധിജി വളർന്ന് മുന്നോട്ട് വന്നത്. 1883 മഹാത്മാഗാന്ധി കസ്തൂർബയെ വിവാഹം കഴിക്കുന്നു. 1883 1869 ജനിക്കുന്നത്. 1833 ഗാന്ധിജി അദ്ദേഹത്തിന്റെ 36-ാമത്തെ വയസ്സിൽ കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുന്നു. ഗാന്ധിജി 1887 അദ്ദേഹത്തിന്റെ മെട്രിക്കുലേഷൻ പഠിത്തം ജനിക്കുന്നു. 1883 അദ്ദേഹത്തിന്റെ 14-ാമത്തെ വയസ്സിൽ 14-ാമത്തെ വയസ്സിൽ കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജി അദ്ദേഹത്തിന്റെ മെട്രിക്കുലേഷൻ പഠിത്തം പൂർത്തിയാക്കുന്നത് 1887 അവിടെ മെട്രിക്കുലേഷൻ പഠിത്തം പൂർത്തിയാക്കിയതിനു ശേഷം ഇദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് നിയമത്തിൽ ബിരുദമെടുക്കുവാനായിട്ട് നിയമത്തിൽ ബിരുദമെടുക്കുവാനായിട്ട് ഇദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ്. 1891 ഇദ്ദേഹം ബാരിസ്റ്ററായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ 1869 മഹാത്മാഗാന്ധി ജനിക്കുന്നത്. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ 14-ാമത്തെ വയസ്സിലാണ് കസ്തൂർബയെ വിവാഹം കഴിക്കുന്നത്. കസ്തൂർബ ഗാന്ധി എന്നുണ്ട്. അത് കഴിഞ്ഞ് പേര് കസ്തൂർബ ഗാന്ധി എന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ വിവാഹം നടന്നത് വളരെ സിമ്പിൾ ആയിട്ടും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അനുസരിച്ച് ഉള്ള രീതിയിലാണ് ഗാന്ധിജിയുടെ വിവാഹം നടക്കുന്നത്. 1883 അദ്ദേഹത്തിന്റെ 14-ാമത്തെ വയസ്സിൽ. 1887 അദ്ദേഹം അദ്ദേഹത്തിന്റെ മെട്രിക്കുലേഷൻ പഠനം പൂർത്തിയാക്കി ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ്. ബാരിസ്റ്റർ ബിരുദമെടുക്കുവാനായിട്ട് നിയമത്തിൽ ബിരുദമെടുക്കുവാനായിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ്. 1891 അദ്ദേഹം നിയമത്തിൽ ബിരുദമെടുത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. ഗാന്ധിജി 24-ാമത്തെ വയസ്സിൽ തിരിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. ഒരു നിയമജ്ഞനായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ 24-ാമത്തെ വയസ്സിൽ പോവുകയാണ്. അദ്ദേഹത്തിന്റെ 21 വർഷം സൗത്ത് ആഫ്രിക്കയിലാണ് ചെലവഴിക്കുന്നത്. 1893 മുതൽ 1914 വരെ ഏതാണ്ട് 21 വർഷത്തോളം സൗത്ത് ആഫ്രിക്കയിലാണ് മഹാത്മാഗാന്ധി ചിലവഴിക്കുന്നത്. ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ വളരെ വലിയ രീതിയിലുള്ള വിവേചനം നേരിടേണ്ടി വന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് പിടിച്ചു തള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ വലിയ രീതിയിൽ തന്നെ ആഫ്രിക്കയിൽ അദ്ദേഹത്തിന് വിവേചനം നേരിടേണ്ടി വന്നു. വർണ്ണവിവേചനം, ഡിസ്ക്രിമിനേഷൻ, കറുത്ത വർഗക്കാരനായതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ വിവേചനം നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് മഹാത്മാ ഗാന്ധി. അപ്പോൾ അദ്ദേഹം 24-ാമത്തെ വയസ്സിലാണ് നിയമജ്ഞനായിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ 21 വർഷം ചെലവഴിച്ച് 1893 മുതൽ 1914 വരെ ഇംഗ്ലണ്ടിൽ ചെലവഴിച്ചതിന് 1893 മുതൽ 1914 വരെ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ നിലവിൽ ഗാന്ധിജി അദ്ദേഹത്തിന് മെട്രിക്കുലേഷൻ പഠിത്തം പൂർത്തിയാക്കിയതിനു ശേഷം ബാരിസ്റ്റർ പഠനത്തിനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് 1893 2 വർഷം മാത്രം ഇന്ത്യയിൽ ചെലവഴിച്ചതിന് ശേഷം 1893 അദ്ദേഹം തിരിച്ച് 21 വർഷത്തെ സേവനത്തിനായിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. 93 മുതൽ 1914 വരെ ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലാണ് ചിലവഴിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ ഇദ്ദേഹം വളരെ വലിയ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണ് നേരിടേണ്ടി വന്നത്. പല സ്ഥലങ്ങളിൽ, പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ
മഹാത്മാഗാന്ധിക്ക് അവിടെ വർണ്ണ വിവേചനം നേരിടേണ്ടി വന്നു. ഇദ്ദേഹത്തെ ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോലും അന്ന് ബ്രിട്ടീഷുകാർ സമ്മതിക്കാതെ ഇദ്ദേഹത്തെ ട്രെയിനിൽ നിന്നെല്ലാം പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്, പുറത്തേക്ക് പിടിച്ചു തള്ളിയിട്ടുണ്ട്. 1894 ഇദ്ദേഹം 1893 സൗത്ത് ആഫ്രിക്കയിൽ എത്തുന്നത്. എത്തി ഒരു വർഷത്തിന് ശേഷം ഇദ്ദേഹം ഇന്ത്യൻ നേറ്റൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകി. സൗത്ത് ആഫ്രിക്കയിലെ ആളുകളുടെ സിവിൽ റൈറ്റിന് വേണ്ടിയിട്ട് പോരാടാനായിട്ടാണ് ഇദ്ദേഹം നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യൻ നേറ്റൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. 1894 സൗത്ത് ആഫ്രിക്കയിലാണ് ഗാന്ധിജി നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ആരംഭിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങളുടെ സിവിൽ റൈറ്റ്സിന് വേണ്ടി വാദിക്കുവാനാണ് ഇദ്ദേഹം നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് ആരംഭിക്കുന്നത്. 1894 1901 ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. കൽക്കട്ട സമ്മേളനത്തിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അപ്പൊ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനമാണ്. ഇദ്ദേഹം അന്നും കോൺഗ്രസിൽ അംഗത്വം എടുത്തിട്ടില്ല. ഇദ്ദേഹം കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നത് 1915 ഇദ്ദേഹം കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നത്. 1915 ഗാന്ധിജിക്ക് സൗത്ത് ആഫ്രിക്കയിലെ യുദ്ധകാലത്തുള്ള പ്രവർത്തനത്തെ മാനിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ കൈസ്രെ ഹിന്ദ് എന്ന് പറയുന്ന ഒരു ബഹുമതി ബ്രിട്ടീഷുകാർ ഗാന്ധിജിക്ക് നൽകി. 1894 ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് അഥവാ ഇന്ത്യൻ നേറ്റൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകി. സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങളുടെ സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് വാദിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിന് ഊന്നൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇദ്ദേഹം നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസിന് രൂപം നൽകിയത്. 1901 ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്ന കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനത്തിലാണ് ഇദ്ദേഹം ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ഇദ്ദേഹം കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നത് 1915 മാത്രമാണ് ഇദ്ദേഹം കോൺഗ്രസിലേക്ക് അംഗത്വം എടുക്കുന്നത്. ഇദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നത്. 1915 ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ചെയ്ത യുദ്ധകാലത്തെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് ഗാന്ധിജിക്ക് കൈസ്രെ ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി, ബ്രിട്ടീഷുകാർ ഒരു വ്യക്തിക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് കൈസ്രെ ഹിന്ദ്. ഈ ബഹുമതി ബ്രിട്ടീഷുകാർ സൗത്ത് ആഫ്രിക്കയിലെ ഇദ്ദേഹത്തിന്റെ യുദ്ധകാലത്തുള്ള പ്രവർത്തനത്തെ മാനിച്ചുകൊണ്ട് 1915 ഗാന്ധിജി കൈസ്രെ ഹിന്ദ് നൽകി. 1919 ജാലിയൻ വാലാബാഗ് മാസക്കറിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ കൈസ്രെ ഹിന്ദ് ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരിച്ചു നൽകുകയാണ് ചെയ്തത്. 1915 ജാനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ദിവസം പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് ഇന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആചരിക്കുന്നത്. ആ ദിവസം പ്രവാസി ഭാരതീയ ദിവസമാണ്. ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിന്റെ ഓർമ്മയ്ക്കാണ് പ്രവാസി ഭാരതീയ ദിവസ് ജാനുവരി 9 എല്ലാ വർഷവും ജാനുവരി 9 ആഘോഷിക്കുന്നത്. അപ്പോൾ 1915 ജാനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് സൗത്ത് ആഫ്രിക്കയിലുള്ള സേവനം നിർത്തി തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പ്രവാസി ഭാരതീയ ദിവസ് ജാനുവരി 9 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആചരിക്കുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിട്ട് ഗാന്ധിജി കരുതിയത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ ഒരു വർഷം ഗാന്ധിജി ഇന്ത്യയിലെ ഒരു ഓൾ ഇന്ത്യ ടൂറിൽ ഏർപ്പെട്ടു. ഇന്ത്യ എന്താണെന്ന് പഠിക്കുവാനായിട്ടാണ് ഓൾ ഇന്ത്യ ടൂറിൽ ഗാന്ധിജി പോകുന്നത്. ഗാന്ധിജി ഈ ഓൾ ഇന്ത്യ ടൂറിൽ പോകുവാനായിട്ട് ആവശ്യപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരമാണ് ഗാന്ധിജി ഇത് ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് ജനുവരി 9, 1959. ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ദിവസമാണ് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയോട് വന്നത് മുതൽ തന്നെ ഇന്ത്യയിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാതെ
ഇന്ത്യ എന്താണ്, ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വേദനയും വേദനകൾ എന്താണെന്നും മനസ്സിലാക്കുവാനായിട്ട് ഗോഖലെയാണ് ഗാന്ധിജിയോട് ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങി വരുവാനായിട്ട് നിർദ്ദേശിക്കുന്നത്. ഗോഖലെയെ ഗാന്ധിജി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടാണ് കരുതിയിരുന്നത്. 1924 കോൺഗ്രസിന്റെ ബൽഗാം സെഷനിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷനാവുന്നത്. ഗാന്ധിജി ആദ്യമായിട്ടും അവസാനമായിട്ടും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ എത്തുന്നത് 1924 ബൽഗാം സെഷനിലാണ്. അപ്പോൾ ഗാന്ധിജി പ്രസിഡന്റ് ആവുന്ന സെഷൻ ബൽഗാം സെഷൻ. 1915 ഗാന്ധിജി സബർമതിയിൽ ആശ്രമം ചിട്ടപ്പെടുത്തി. അഹമ്മദാബാദിന്റെ ഔട്ട്സ്കേർട്സിൽ സബർമതി ആശ്രമം, സബർമതി പുഴയുടെ തീരത്ത്, റിവർ സാബർമതിയുടെ തീരത്ത് സാബർമതി ആശ്രമം ഗാന്ധിജി 1915 രൂപീകരിക്കുന്നു. ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഹരിജൻ തുടങ്ങിയതെല്ലാം ഗാന്ധിജി തുടങ്ങിയ പത്രങ്ങളും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണങ്ങളുമായിരുന്നു. ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഹരിജൻ തുടങ്ങിയ ഈ 3 പത്രങ്ങൾ അല്ലെങ്കിൽ ഈ 3 പത്രങ്ങൾക്കും നേതൃത്വം നൽകിയത് മഹാത്മാഗാന്ധി ആയിരുന്നു. അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു മഹാത്മാഗാന്ധി. ഇദ്ദേഹം ഒക്ടോബർ 2, 1869 ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിലാണ്. ഹിസ് ഫാദർ കരംചന്ദ് ഗാന്ധി വാസ് എ നോബിൾ ആൻഡ് സിമ്പിൾ മാൻ. മിസ്റ്റർ കരംചന്ദ് വാസ് ചീഫ് ദിവാൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് രാജ്കട്ട്. അദ്ദേഹത്തിന്റെ പിതാവ് കരംചന്ദ് ഗാന്ധി വളരെ സിമ്പിളും നോബിളുമായ ഒരു പേഴ്സൺ ആണ്. അദ്ദേഹം രാജ്കോട്ട് സ്റ്റേറ്റിലെ ചീഫ് ദിവാൻ ആയിരുന്നു. ഗാന്ധിജിയുടെ അമ്മ പുത്ലിബായ് ആണ്. പുത്ലിബായ് വളരെ സിമ്പിളും അതുപോലെ തന്നെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വനിതയുമായിരുന്നു. ഈ ഒരു രീതിയാണ് ഗാന്ധിജിയെ ചെറുപ്പത്തിൽ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഈ അമ്മയുടെ പെരുമാറ്റവും സ്വഭാവവും തന്നെയായിരുന്നു. ഹിസ് മദർ പുത്ലിബായ് വാസ് എ സിമ്പിൾ ആൻഡ് റിലീജിയസ് ലേഡി. In his early age, Gandhiji was deeply influenced by religious behavior of his mother. അമ്മയുടെ വളരെ മതപരമായിട്ടുള്ള ആ ഒരു ഇതാണ് ഗാന്ധിജി ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഗാന്ധിജി അദ്ദേഹത്തിന്റെ 14-ാമത്തെ വയസ്സിൽ കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുകയാണ് 1883. ഇവരുടെ വിവാഹം നടക്കുന്നത് വളരെ പഴമയായ രീതിയിൽ അവിടുത്തെ എല്ലാ ട്രഡീഷനും കസ്റ്റംസും എല്ലാം ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ വിവാഹം നടന്നത്. He was married to Kasturba Gandhi in 1883. The wedding took place according to traditional customs. അദ്ദേഹത്തിന്റെ മെട്രിക്കുലേഷൻ 1887 അദ്ദേഹത്തിന്റെ മെട്രിക്കുലേഷൻ പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ്. ബാരിസ്റ്റർ പഠനം അല്ലെങ്കിൽ നിയമപഠനത്തിനായിട്ട് ഇദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ്. 1891 അദ്ദേഹം ഇംഗ്ലണ്ടിൽ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് 1891 തിരിച്ചു വരികയാണ് ചെയ്തത്. ഇദ്ദേഹം ബാരിസ്റ്റർ ആയിട്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് 1891. അപ്പോൾ 14-ാമത്തെ വയസ്സിൽ കസ്തൂർബയെ വിവാഹം കഴിക്കുന്നു. 1887 മെട്രിക്കുലേഷൻ പഠനം പൂർത്തിയാക്കി ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് നിയമപഠനത്തിനായിട്ട്. അവിടെ നിന്ന് അദ്ദേഹം 1891 ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. ബാരിസ്റ്റർ ആയിട്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ച് വന്നത്. അത് കഴിഞ്ഞ് കൃത്യം 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ 24-ാമത്തെ വയസ്സിൽ മഹാത്മാഗാന്ധിജി ലോയർ ആയിട്ട് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. അദ്ദേഹം നീണ്ട 21 കൊല്ലം സൗത്ത് ആഫ്രിക്കയിൽ ചെലവഴിച്ചു. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും അവിടെയാണ് ഗാന്ധിജി ആദ്യമായിട്ട് സത്യാഗ്രഹ പരീക്ഷണം നടത്തിയത്. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ സാധാരണക്കാരുടെ നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു ഗാന്ധിജി അവിടെ ഏർപ്പെട്ടത്. 1893 മുതൽ 1914 വരെ ഇദ്ദേഹം നീണ്ട 21 വർഷം ചിലവഴിച്ചത് സൗത്ത് ആഫ്രിക്കയിൽ ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ ഇദ്ദേഹം വളരെ വലിയ രീതിയിലുള്ള അവഗണനയും ആണ് നേരിടേണ്ടി വന്നത്. അവിടെ അദ്ദേഹത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ പോലും സമ്മതിക്കാത്ത രീതിയിലുള്ള പല രീതിയിലുള്ള
അവഗണനയാണ് ഗാന്ധിജിക്ക് സൗത്ത് ആഫ്രിക്കയിൽ നേരിടേണ്ടി വന്നത്. ഇദ്ദേഹത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കാതെ ട്രെയിനിൽ നിന്നും പുറത്തോട്ട് തള്ളിയിട്ടിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിലേക്ക് പിടിച്ച് തള്ളിയിട്ടുണ്ട്. എന്നിട്ട് പുറകിൽ പോയി ഇരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. At the age of 24, Mahatma Gandhi went to South Africa as a lawyer. He had spent 21 years at South Africa from 1893 to 1914. അപ്പോൾ എത്ര വർഷമാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ചെലവഴിച്ചത്? 21 വർഷമാണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ചെലവഴിച്ചത്. ആ സമയങ്ങളിലെല്ലാം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. 1893 മുതൽ 1914 വരെയാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ചിലവഴിച്ചത്. ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ വളരെ വലിയ രീതിയിലുള്ള വർണ്ണവിവേചനമാണ് നേരിടേണ്ടി വന്നത്. ഇദ്ദേഹം കറുത്ത വർഗക്കാരനായത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കാതെ ട്രെയിനിൽ നിന്നും പിടിച്ച് പുറത്തേക്ക് തള്ളി പുറകിൽ പോയി യാത്ര ചെയ്യുവാനായിട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1894 സൗത്ത് ആഫ്രിക്കയിൽ എത്തി ഒരു വർഷത്തിനകം തന്നെ ഗാന്ധിജി നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകി. സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങളുടെ സിവിൽ റൈറ്റ്സിന് വേണ്ടി പോരാടുവാനായിട്ടാണ് നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസിന് ഗാന്ധിജി നേതൃത്വം നൽകുന്നത്. ഗാന്ധിജി ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1901 കൽക്കട്ട സെഷനിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസ് സെഷനിൽ പങ്കെടുക്കുന്നത്. ഗാന്ധിജി കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നത് 1915 കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നത്. 1915 ഗാന്ധിജിയുടെ സേവനങ്ങളെ മാനിച്ചുകൊണ്ട്, സൗത്ത് ആഫ്രിക്കയിൽ യുദ്ധകാലത്തുള്ള ഗാന്ധിജിയുടെ സേവനങ്ങളെ മാനിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ അന്നത്തെ ഏറ്റവും പരമോന്നത ബഹുമതിയായ കൈസറെ ഹിന്ദ് എന്ന് പറയുന്ന അവാർഡ് നൽകി ആദരിക്കുകയാണ് ചെയ്തത്. 1919 ഗാന്ധിജി ജാലിയൻവാല ബാഗ് പ്രക്ഷോഭത്തിൽ അല്ലെങ്കിൽ ആ ഒരു കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച കൈസറെ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകുകയാണ് ചെയ്തത്. അപ്പോൾ 1994 ഗാന്ധിജി നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസിന് രൂപം നൽകി. ആഫ്രിക്കയിലെ ജനങ്ങളുടെ സിവിൽ റൈറ്റ്സ് നൽകാത്തതിനെതിരെ ഉള്ള പ്രക്ഷോഭത്തിനാണ് നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസിന് ഗാന്ധിജി രൂപം നൽകിയത്. 1901 ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു കൽക്കട്ടയിൽ. അദ്ദേഹം കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നത് 1915 മാത്രമാണ് കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നത്. 1915 ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ കൈസറെ ഹിന്ദ് ഗോൾഡ് മെഡൽ നൽകി ആദരിച്ചു. ഇദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ യുദ്ധകാലത്ത് നടത്തിയ പ്രവർത്തനത്തെ മാനിച്ചുകൊണ്ടാണ് കൈസറെ ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി നൽകി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അംഗീകരിച്ചത്. ജനുവരി 9, 1915 അദ്ദേഹം നീണ്ട 21 വർഷത്തെ സൗത്ത് ആഫ്രിക്കയിലെ പ്രവർത്തനം നിർത്തലാക്കി. ജനുവരി 9, 1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. ഇദ്ദേഹം എത്തിയത് ബോംബെയിലാണ്. ഇദ്ദേഹം ആദ്യമായിട്ട് കാലുകുത്തിയത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഗാന്ധിജിയെ 1915 ജനുവരി 9 ഗാന്ധിജി ബോംബെയിൽ എത്തിയപ്പോൾ ഗാന്ധിജിയെ കാണുവാനും ഗാന്ധിജി അനുമോദിക്കുവാനുമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ബോംബെയിൽ തടിച്ചുകൂടിയത്. ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ദിവസം ഇന്നും ഇന്ത്യ ഗവൺമെന്റ് പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. പ്രവാസി ഭാരതീയ ദിവസ് ആര് തിരിച്ചു വന്നതിനെ മാനിച്ചാണ്, അതുപോലെ തന്നെ ഏത് ദിവസമാണ് ആചരിക്കുന്നത്, ഇതെല്ലാം തന്നെ PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെയെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടാണ് കണ്ടിരുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരമാണ് ഗാന്ധിജി രാഷ്ട്രീയത്തിൽ ഇറങ്ങാതെ ഓൾ ഇന്ത്യ ടൂറിൽ ഗാന്ധിജി പോകുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നു. ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നത് 1924 ബൽഗാം സെഷനിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷനാവുന്നത്. ഗാന്ധിജി ആദ്യമായിട്ടും അവസാനമായിട്ടും കോൺഗ്രസിന്റെ അമരത്വത്തിൽ എത്തുന്നത് 1924 ബൽഗാം സെഷനിലാണ്. 1915 ഗാന്ധിജി സാബർമതി ആശ്രമം
ചിട്ടപ്പെടുത്തി. അഹമ്മദാബാദിന്റെ സിറ്റിക്ക് പുറത്ത് ഔട്ട്സ്കേർട്സിൽ സബർമതി നദിയുടെ തീരത്ത് സാബർമതി ആശ്രമത്തിന് അദ്ദേഹം രൂപം നൽകി. 1915 ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഹരിജൻ തുടങ്ങിയ 3 ദിനപത്രങ്ങൾ ഗാന്ധിജി ആരംഭിച്ചതാണ്. യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ. ഇത് 3 ഗാന്ധിജി പത്രാധിപനായി അദ്ദേഹം പുറത്തിറക്കിയ 3 പത്രങ്ങൾ ആയിരുന്നു. അപ്പോൾ ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. ബോംബെയിലാണ് എത്തുന്നത്. ജനുവരി 9 ഇന്ത്യൻ ഗവൺമെന്റ് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരമാണ് ഗാന്ധിജി ഒരു ഓൾ ഇന്ത്യ ടൂറിൽ ഏർപ്പെടുന്നത്. അതിനുശേഷം മാത്രം ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയെ ഗാന്ധിജി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടാണ് ഗാന്ധിജി കരുതിയിരുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയെ ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസിന്റെ അമരത്തിലെത്തുന്നത് 1924 ഗാന്ധിജി ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ആശ്രമം 1915 സാബർമതി, അഹമ്മദാബാദിലെ സാബർമതി എന്ന് പറയുന്ന സ്ഥലത്താണ് ഗാന്ധിജി ആദ്യത്തെ ആശ്രമം ചിട്ടപ്പെടുത്തുന്നത്. ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, ഹരിജൻ ഈ 3 ദിനപത്രങ്ങളും ഗാന്ധിജി നേതൃത്വം നൽകിയതാണ്. യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഹരിജൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ മാസ് മൂവ്മെന്റുകൾ ഏതെല്ലാമാണ് എന്നാണ്. ഒന്നാമതായിട്ട് ചമ്പാരൻ സത്യാഗ്രഹ 1917 ഗാന്ധിജി 1 വർഷം ഓൾ ഇന്ത്യ ടൂർ. 1915 ജനുവരിയിൽ ഇന്ത്യയിലെത്തുന്നു. 1916 മൊത്തം ഗാന്ധിജി ഓൾ ഇന്ത്യ ടൂറിൽ കണ്ടക്ട് ചെയ്തതിനു ശേഷം ചമ്പാരൻ അദ്ദേഹം കോൺഗ്രസിന്റെ 1916 ലക്നോ സെഷൻ അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് ആണ് ചമ്പാരൻ സത്യാഗ്രഹ, നിയമലംഘനം. അത് തന്നെയാണ് ചമ്പാരൻ സത്യാഗ്രഹ. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ചത് രാജ്കുമാർ ശുക്ലയാണ്. ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ചമ്പാരൻ സത്യാഗ്രഹം 1917 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, ചട്ടലംഘന പ്രസ്ഥാനം ആണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയെ ചമ്പാരനിലെ അവസ്ഥകൾ പറഞ്ഞ് മനസ്സിലാക്കി ചമ്പാരനിലേക്ക് സ്വാഗതം ചെയ്തത് രാജ്കുമാർ ശുക്ലയാണ്. 1916 ഗാന്ധിജി ലക്നൗ സെഷനിൽ പങ്കെടുക്കുന്ന സമയത്താണ്. ലക്നൗ സെഷൻ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. ലക്നൗ സെഷൻ അതിനിടയിലാണ് രാജ്കുമാർ ശുക്ല അവിടെ വെച്ച് ഗാന്ധിജിയെ കാണുകയും ഗാന്ധിജിയെ ചമ്പാരനിലെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി ചമ്പാരനിലേക്ക് ക്ഷണിക്കുകയുമാണ് ചെയ്തത്. ചമ്പാരൻ ഗാന്ധിജി നേരിട്ട പ്രശ്നം അല്ലെങ്കിൽ ഗാന്ധിജി അവിടെ പോയത് അവിടുത്തെ നീലം കർഷകരുടെ നീതി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ചമ്പാരനിൽ എത്തുന്നത്. ചമ്പാരനിൽ നിലനിന്നിരുന്ന ഒരു രീതിയാണ് തീൻ കട്ടിയ സിസ്റ്റം. എന്താണ് തീൻ കട്ടിയ സിസ്റ്റം? യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഇന്ത്യയിലെ സാധാരണ കർഷകരോട് അവരുടെ മൊത്തം സ്ഥലത്തിന്റെ 20% ഭാഗം നീലം കൃഷി ചെയ്യണം, നിർബന്ധമായിട്ട് നീലം കൃഷി ചെയ്യണം എന്ന് പറയുന്ന അല്ലെങ്കിൽ അന്ന് നിർദ്ദേശം നൽകിയിരുന്ന ആ ഒരു ആചാരത്തെയാണ് തീൻ കട്ടിയ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഇന്ത്യൻ കർഷകരോട് അവരുടെ ടോട്ടൽ, അതായത് ഇന്ത്യൻ കർഷകരുടെ ടോട്ടൽ സ്ഥലത്ത് മൊത്തം ഭൂമിയുടെ മൊത്തം കൃഷിയുടെ 20% ഭാഗം എന്ത് ഉൽപ്പാദിപ്പിക്കണം? നീലം ഉൽപ്പാദിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നതാണ് തീൻ കട്ടിയ. അവിടെ ഈ തീൻ കട്ടിയ എന്ന ഈ ആചാരത്തിനെതിരെയാണ് ഗാന്ധിജി ചമ്പാരനിൽ പ്രക്ഷോഭത്തിൽ ഇറങ്ങുന്നത്. ചമ്പാരൻ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് സമരമാണ്. ചമ്പാരനിൽ 1917 ചമ്പാരനിൽ ഇദ്ദേഹം ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് ആണ്. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് സ്വാഗതം ചെയ്യുന്നത് രാജ്കുമാർ ശുക്ലയാണ്. ഗാന്ധിജി കോൺഗ്രസിന്റെ 1916
ലക്നൗ സെഷൻ പങ്കെടുക്കുന്നതിനിടയിലാണ് രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ചമ്പാരനിൽ ഗാന്ധിജി തീൻ കട്ടിയ എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിക്ക് എതിരായിട്ടാണ് ഗാന്ധിജി അവിടെ പ്രക്ഷോഭത്തിൽ എത്തുന്നത്. യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഇന്ത്യൻ കർഷകരോട് 20-ൽ 3 ഭാഗത്തിൽ നീലം ഉൽപ്പാദിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കെ നീലത്തിന് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ജർമ്മനിയിൽ സിന്തറ്റിക് ഡൈ വന്നതോടുകൂടി നീലത്തിന്റെ മാർക്കറ്റ് കുറയുകയുണ്ടായി. അതുവഴി ഇവിടെ ഈ നീലത്തിനൊന്നും ഒരു രീതിയിലുമുള്ള ഡിമാൻഡ് ഇല്ല. അതുവഴി നീലത്തിന്റെ കച്ചവട സാധ്യത താഴോട്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ ഈ തീൻ കട്ടിയ സിസ്റ്റം വഴി ഇന്ത്യയിലെ ചമ്പാരനിലെ എല്ലാ കർഷകരും വളരെ ബുദ്ധിമുട്ടിയിരുന്ന കാലമായിരുന്നു. ആ സമയത്ത് യൂറോപ്യൻ പ്ലാന്റേഴ്സ് വളരെ വലിയ ഭീമമായ തുക റെന്റായിട്ട് നൽകുവാനായിട്ട് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഇല്ലീഗൽ ഡ്യൂസ് പെസൻസിൽ നിന്നും, കർഷകരിൽ നിന്നും ഇല്ലീഗൽ ഡ്യൂസ് പിരിച്ചെടുക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അവരുടെ ലാഭം ഏറ്റവും കൂടുതലാക്കാൻ, യൂറോപ്യൻ പ്ലാന്റേഴ്സിന്റെ ലാഭം ഏറ്റവും അധികമാക്കാൻ, മാക്സിമൈസ് ചെയ്യാനായിട്ട് ഇല്ലീഗൽ ഡ്യൂസ് കർഷകരിൽ നിന്നും പിരിച്ചെടുക്കുവാനായിട്ട് തുടങ്ങി. ഈ ഒരു ആചാരത്തിന്, ഈ ഒരു പ്രവണതയ്ക്കെതിരെയാണ് ഗാന്ധിജി പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇൻഡിഗോയുടെ നീലത്തിന്റെ ഡിമാൻഡ് കുറയുകയും ചെയ്തു. യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഇവരിൽ നിന്നും വളരെ ഭീമമായ തുക ടാക്സ് ആയിട്ടും പിരിക്കുന്നു. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ടാക്സ് ആയിട്ടും പിരിക്കുന്നു. ടാക്സ് ആയിട്ടും പിരിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ജർമ്മനിയിലെ സിന്തറ്റിക് ഡൈക്ക് ഡിമാൻഡ് കുറഞ്ഞു. അങ്ങനെ യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഈ ഒരു സമയത്ത്, വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് വളരെ ഭീമമായ തുക റെന്റായിട്ട് പിരിക്കുകയും അതുപോലെ തന്നെ ഇല്ലീഗൽ ഡ്യൂസ് സാധാരണക്കാരിൽ നിന്നും, കർഷകരിൽ നിന്നും ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്യൂസ് കളക്ട് ചെയ്യാനും തുടങ്ങി. അവരുടെ ലാഭം ഏറ്റവും മാക്സിമം ആക്കുവാനായിട്ട്, ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുവാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനത്തെ പ്രവൃത്തിയിലൊക്കെ ഏർപ്പെട്ടു. അതുപോലെ തന്നെ ഇന്ത്യയിലെ കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിച്ച ഇൻഡിഗോ അല്ലെങ്കിൽ അവർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളെല്ലാം തന്നെ യൂറോപ്യൻ പ്ലാന്റേഴ്സിൽ അവർ ഫിക്സ് ചെയ്ത വിലയ്ക്ക്, യൂറോപ്യൻ പ്ലാന്റേഴ്സ് തീരുമാനിച്ച വിലയ്ക്ക് വിൽക്കുവാനായിട്ട് നിർബന്ധിതരാവുകയും ചെയ്തു. ഓൾസോ ദ പെസൻസ് വെയർ ഫോഴ്സ്ഡ് ടു സെൽ ദ പ്രോഡക്റ്റ് അറ്റ് ദ പ്രൈസ് ഫിക്സ്ഡ് ബൈ ദ യൂറോപ്യൻസ് ഫിക്സ് ചെയ്തിട്ടുള്ള വിലയ്ക്ക് സാധനങ്ങൾ വിൽക്കുവാനായിട്ട് യൂറോപ്യൻസ് ഫിക്സ് ചെയ്ത വിലയ്ക്ക് തന്നെ ഈ സാധനങ്ങൾ വിൽക്കുവാനായിട്ടും അവർ നിർബന്ധിതരായി. അങ്ങനെ അവർക്ക് ലാഭം ലഭിക്കുവാനുള്ള എല്ലാ രീതികളും നഷ്ടപ്പെടുകയാണ് ചെയ്തത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ജർമ്മനിയിലെ സിന്തറ്റിക് ഡൈക്ക് ഡിമാൻഡ് സിന്തറ്റിക് ഡൈ ഈ ഇൻഡിഗോയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സിന്തറ്റിക് ഡൈ ഇന്ത്യയിലല്ല സിന്തറ്റിക് ഡൈ വരികയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോൾ യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഈ ഇൻഡിഗോയ്ക്കൊന്നും ഒരു രീതിയിലും മാർക്കറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അതിന് അവർക്ക് ഉദ്ദേശിച്ച വിലകളും ഇന്ത്യയിലെ കർഷകർക്ക് ലഭിച്ചിരുന്നില്ല. ഇങ്ങനെ കർഷകർ കഷ്ടപ്പെട്ടിരുന്ന സമയത്താണ് യൂറോപ്യൻ പ്ലാന്റേഴ്സ് ഭീമമായ തുക റെന്റായിട്ട് പിരിക്കുകയും അതുപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്യൂസും കാര്യങ്ങളും എല്ലാം തന്നെ കർഷകരിൽ നിന്നും പിരിച്ചെടുക്കുവാനായിട്ടുള്ള ശ്രമം നടത്തി. ഈ കർഷകർ വേറെ വഴിയൊന്നും ഇല്ലാത്തതിനാൽ അവർക്ക് പുറത്തെങ്ങും സാധനങ്ങൾ വിൽക്കുവാനായിട്ട് കഴിയുകയില്ല. അവർ വളരെ തുച്ഛമായ തുകയ്ക്ക് യൂറോപ്യൻസ് ഫിക്സ് ചെയ്ത വിലയ്ക്ക് യൂറോപ്യൻസിന് തന്നെ വിൽക്കുവാനായിട്ട് ഈ കർഷകർ നിർബന്ധിതരായി. അപ്പോൾ ചമ്പാരനിലെ ഈ ഒരു പ്രവണതയ്ക്ക് എതിരെയാണ് ഗാന്ധിജി പ്രക്ഷോഭത്തിലേക്ക് എത്തുന്നത്. ഗാന്ധിജി ചമ്പാരനിൽ 1917 എത്തുകയാണ്. ഗാന്ധിജിയുടെ കൂടെ രാജേന്ദ്ര പ്രസാദ്, മസർ ഉൽ ഹഖ്, മഹാദേവോ ദേശായ്, നരഹരി പരേക്കർ, JP കൃപലാനി തുടങ്ങിയവർ ഗാന്ധിജിയോടൊപ്പം
ചമ്പാരനിൽ എത്തുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യുവാനും അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിക്കുവാനായിട്ടും ഇവർ ചമ്പാരനിലേക്ക് എത്തുകയാണ് ചെയ്തത്. ചമ്പാരൻ അവിടുത്തെ ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇവരോട് ചമ്പാരൻ വിട്ടു പോകുവാനായിട്ട് ആജ്ഞാപിക്കുകയാണ് ചെയ്തത്. ആദ്യം തന്നെ അവർ ഗാന്ധിജിയോട് പറഞ്ഞത് ഈ ഭാഗത്തേക്ക് വരണ്ട, ഈ ഭാഗത്തേക്ക് വരാതെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് ഗാന്ധിജിയെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഗാന്ധിജിയും രാജേന്ദ്ര പ്രസാദും മാസറുൽ ഹക്കും മഹാദേവോ ദേശായും നിരഹരി പരേക്കറും JP കൃപ്പലാനി തുടങ്ങിയവർ ചമ്പാരനിലേക്ക് എത്തുന്നു. ഈ ഒരു വിഷയത്തെ പറ്റി അന്വേഷിക്കുവാനും അതിനെപ്പറ്റി ആരായുവാനുമാണ് അവർ ചമ്പാരനിലേക്ക് എത്തുന്നത്. അവിടുത്തെ ബ്രിട്ടീഷ് അതോറിറ്റീസ് പറഞ്ഞത് ഗാന്ധിജി ഇവിടം വിട്ട് പോകുവാനായിട്ട് അവർ ആജ്ഞാപിക്കുന്നു. ഗാന്ധിജി പറയുന്നു, എനിക്ക് ഏത് രീതിയിൽ നിങ്ങൾ തരുന്ന ഏത് രീതിയിലുള്ള ശിക്ഷയും നേരിടാനായിട്ട് തയ്യാറാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ ഞാൻ ഇവിടം വിട്ട് പോവുകയില്ല എന്ന് ഗാന്ധിജി ശക്തമായിട്ടൊരു തീരുമാനമാണ് എടുക്കുന്നത്. അവസാനം അവിടുത്തെ അതോറിറ്റീസ് ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് വരുവാനും ഇത് തീൻ കത്തിയ എന്ന് പറയുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ ഇല്ലീഗൽ ഡ്യൂസിനെ പറ്റിയുമുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുവാനും എൻക്വയറി നടത്തുവാനും ഗാന്ധിജിയെ സമ്മതിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 1917 ഗാന്ധിജി ചമ്പാരനിലേക്ക് എത്തുന്നു. രാജേന്ദ്ര പ്രസാദ്, മാസറുൽ ഹക്ക്, മഹാദേവോ ദേശായി, നിരഹരി പരേക്കർ, JP കൃപ്പലാനി തുടങ്ങിയവർ ചമ്പാരനിലേക്ക് എത്തുന്നു. അവിടുത്തെ ബ്രിട്ടീഷ് അതോറിറ്റീസ് ചമ്പാരൻ വിട്ട് പോകുവാനായിട്ട് ഗാന്ധിജിയോട് നിർദ്ദേശിക്കുന്നു. ഗാന്ധിജി പറയുന്നു, ഞാൻ പോവുകയില്ല, എന്ത് രീതിയിൽ നിങ്ങൾ തരുന്ന എന്ത് രീതിയിലെ ശിക്ഷ നേരിടുവാനും ഞാൻ തയ്യാറാണ്, എന്ത് കാരണവശാലും ചമ്പാരൻ വിട്ടു പോവുകയില്ല എന്ന് ഗാന്ധിജിയും ഗാന്ധിജിയുടെ കൂടെ ഉള്ള ബാക്കി നേതാക്കളും ഒരു ശക്തമായ ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അവസാനം ഗാന്ധിജിയുടെയും നേതാക്കളുടെയും ആ ഒരു നിശ്ചയദാർഢ്യത്തിൽ പേടിച്ച ബ്രിട്ടീഷുകാർ ഗാന്ധിജിയോട് അവിടുത്തെ കാര്യങ്ങളെ പറ്റി അന്വേഷണം നടത്തുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ഗാന്ധിജി ഉൾപ്പെടുന്ന ഒരു ചമ്പാരൻ എൻക്വയറി കമ്മീഷന് ഗവൺമെന്റ് രൂപം നൽകി. നൗ ഗവൺമെന്റ് അപ്പോയിന്റഡ് ചമ്പാരൻ എൻക്വയറി കമ്മീഷൻ ടു ഗോ ഇൻ ടു ദ മാറ്റർ ആൻഡ് നോമിനേറ്റ് ഗാന്ധിജി ആസ് ദ മെമ്പർ. അപ്പോൾ ഈ എൻക്വയറി ഇതിനെ പറ്റി തീൻ കട്ടിയ ആചാര സിസ്റ്റത്തെ പറ്റിയും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ടാക്സ് പിരിക്കുന്നതിനെ പറ്റിയും പഠിക്കുവാനായിട്ട് ഒരു എൻക്വയറി കമ്മീഷന് ഗവൺമെന്റ് രൂപം നൽകി. എന്നിട്ട് ഗാന്ധിജിയെ അതിലെ ഒരു അംഗമായിട്ട് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. അത് ഗാന്ധിജിയുടെയും മറ്റുള്ള ആളുകളുടെയും ഏറ്റവും വലിയൊരു വിജയമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഒരു എൻക്വയറി കമ്മീഷനിൽ ഒരു ഇന്ത്യൻ വ്യക്തിയെ ഉൾപ്പെടുത്തുക എന്നത്. അങ്ങനെ ഗാന്ധിജിയെ ഈ ചമ്പാരൻ എൻക്വയറി കമ്മീഷന്റെ ഒരു അംഗമായിട്ട് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്തത്. ഗാന്ധിജി മറ്റ് ആൾക്കാരെ എല്ലാം മറ്റുള്ളവരെ എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് ചെയ്തത്. തീൻ കട്ടിയ എന്ന് പറയുന്ന ആചാരം നിർത്തലാക്കണം, അതുപോലെ തന്നെ കർഷകരിൽ നിന്നും അനാവശ്യമായിട്ട് പിരിച്ചെടുത്ത എല്ലാ തുകകളും തിരിച്ചു നൽകണം എന്ന് ഗാന്ധിജി ഇത് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് 25% തിരിച്ചു നൽകാം എന്ന് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ചെയ്തത്. 10 വർഷത്തിനകം ഈ പറയുന്ന യൂറോപ്യൻ പ്ലാന്റേഴ്സ് എല്ലാവരും തന്നെ ചമ്പാരൻ വിട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഗാന്ധിജി അദ്ദേഹത്തിന്റെ കഴിവ് ഇന്ത്യയിൽ തെളിയിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ വിജയം, ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് ഗാന്ധിജിക്ക് വിജയം കാണുകയാണ് ചെയ്തത് ചമ്പാരനിൽ. അപ്പോൾ ചമ്പാരൻ ഗാന്ധിജിയുടെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് ആണ് ചമ്പാരനിൽ. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് സ്വാഗതം ചെയ്യുന്നത് രാജ്കുമാർ ശുക്ലയാണ്. കോൺഗ്രസിന്റെ ലക്നൗ സെഷനിൽ വെച്ചിട്ടാണ് രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ സ്വാഗതം ചെയ്യുന്നത്. ചമ്പാരനിലെ തീൻ കട്ടിയ എന്ന് പറയുന്ന ആചാരത്തിനെതിരെയാണ് ഗാന്ധിജി പ്രക്ഷോഭത്തിലേക്ക് എത്തുന്നത്. ചമ്പാരനിലെ എല്ലാ കർഷകരോടും യൂറോപ്യൻ പ്ലാന്റേഴ്സ് 3 ഭാഗത്തിൽ ഇൻഡിഗോ വളർത്തുവാനായിട്ട് ആവശ്യപ്പെടുന്നു. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ജർമ്മൻ ഡൈ, സിന്തറ്റിക് ഡൈ വന്നതോടുകൂടി ഇൻഡിഗോയ്ക്കുള്ള ഡിമാൻഡ് നഷ്ടപ്പെടുകയും അങ്ങനെ ഇൻഡിഗോ വിറ്റ് കാശുണ്ടാക്കുവാനായിട്ട് കർഷകർക്ക് കഴിയാതെ വന്നൊരവസ്ഥ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യൂറോപ്യൻ പ്ലാന്റേഴ്സ്
ഈ പറയുന്ന കർഷകരിൽ നിന്നും ഭീമമായ തുക റെന്റായിട്ട് പിരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇല്ലീഗൽ പല ഡ്യൂസും പിരിച്ചെടുക്കുകയും ചെയ്തു. അവരുടെ ലാഭം ഏറ്റവും കൂടുതലാക്കുവാനായിട്ട് ഇല്ലീഗൽ ഡ്യൂസ് പിരിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പെസൻസ് എല്ലാവരും തന്നെ, കർഷകരെല്ലാം തന്നെ അവരുടെ ഈ വിളയെടുത്ത ഇൻഡിഗോ ബ്രിട്ടീഷുകാർ തീരുമാനിച്ച വിലയിൽ അവർക്ക് തന്നെ വിൽക്കുവാനായിട്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് അവർ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് അവർ ബ്രിട്ടീഷുകാർക്ക് വിൽക്കുവാനായിട്ട് നിർബന്ധിതർ ആകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി അന്വേഷിക്കുവാനായിട്ടാണ് ഗാന്ധിജിയും രാജേന്ദ്ര പ്രസാദ്, മാസർ ഉൽ ഹക്ക്, മഹാദേവോ ദേശായി, നിരഹരി പരേക്കർ, JP കൃപ്പലാനി തുടങ്ങിയവർ ചമ്പാരനിലേക്ക് എത്തുന്നതും ഈ കാര്യത്തെപ്പറ്റി അന്വേഷിക്കുവാനായിട്ട് എത്തുന്നു. അവിടുത്തെ ബ്രിട്ടീഷ് അതോറിറ്റികൾ ഇവരോട് പറയുന്നു ഈ ചമ്പാരൻ വിട്ടു പോകുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഗാന്ധിജി പറയുന്നത് അവിടെ നിങ്ങൾ ഏത് രീതിയിലുള്ള ശിക്ഷ എനിക്ക് നൽകിയാലും ഇവിടുത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ ചമ്പാരൻ വിട്ടു പോവുകയില്ല എന്ന് ഗാന്ധിജി ഉറച്ച ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവസാനം ഗവൺമെന്റ് ഗാന്ധിജിയോട് അവിടുത്തെ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഗവൺമെന്റ് 1917 തന്നെ ഒരു ചമ്പാരൻ എൻക്വയറി കമ്മീഷന് രൂപം നൽകി. എന്നിട്ട് ഗാന്ധിജി അതിലെ ഒരു അംഗമായിട്ട് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഗാന്ധിജി ആ കമ്മീഷനിലുള്ള ബാക്കി ബ്രിട്ടീഷ് അതോറിറ്റികളെ എല്ലാവരെയും തന്നെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് ഗാന്ധിജിക്ക് കഴിഞ്ഞു. അതായത് തീൻകട്ടിയ എന്ന് പറയുന്ന ആചാരം നിർത്തലാക്കണം, അതുപോലെ തന്നെ അനാവശ്യമായിട്ട് സാധാരണ കർഷകരിൽ നിന്നും പിരിച്ചെടുത്ത തുകയും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഈടാക്കിയ റെന്റും എല്ലാം തന്നെ തിരിച്ചു നൽകണമെന്ന് ഗാന്ധിജി ശക്തമായിട്ട് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് ചെയ്തത്. ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് 25% പിരിച്ച തുകയുടെ 25% തിരിച്ചു നൽകാമെന്ന് ബ്രിട്ടീഷുകാർ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ യൂറോപ്യൻ പ്ലാന്റേഴ്സ് എല്ലാവരും തന്നെ 10 വർഷത്തിനകം തന്നെ ഇന്ത്യ ചമ്പാരൻ വിട്ട് പോവുകയുമാണ് ചെയ്തത്. അങ്ങനെ ഗാന്ധിജി അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് വിജയം ചമ്പാരനിൽ ഉറപ്പിക്കുകയാണ് ചെയ്തത്. അടുത്തതായിട്ട് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. 1819 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഗാന്ധിജിയുടെ ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് ആണ് ചമ്പാരനിൽ. അഹമ്മദാബാദിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം, ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് ആണ് അഹമ്മദാബാദിൽ. ഗാന്ധിജി അവിടുത്തെ മിൽ ഓണറും അതുപോലെ തന്നെ മിൽ വർക്കേഴ്സിനിടയിലുള്ള ഒരു തർക്കത്തിലാണ് ഗാന്ധിജി അവിടെ ഇടപെടുന്നത്. അവിടെ പ്ലേഗ് പിടിപെട്ട സമയത്ത് അവിടുത്തെ തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ് നൽകുന്നതിൽ നിന്നും മിൽ ഓണേഴ്സ് വിസമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതിനെതിരെയാണ് ഗാന്ധിജിയുടെ പ്രക്ഷോഭത്തിൽ ഇറങ്ങുന്നത്. ഗാന്ധിജി അവിടുത്തെ തൊഴിലാളികളോട് 35% വേതന വർധനവ് വേണമെന്ന് 35% വേതന വർധനവ് വേണ്ടിയിട്ട് സമരം ചെയ്യുവാനായിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നു. അവരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഗാന്ധിജി ഹങ്കർ സ്ട്രൈക്കിലും ഇറങ്ങുന്നു. അപ്പോൾ അഹമ്മദാബാദ് 1919 ഗാന്ധിജിയുടെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാര സമരമാണ്. ഗാന്ധിജി അവിടുത്തെ പ്രശ്നം എന്ന് പറയും, അവിടെ ഗാന്ധിജി എത്തുന്നത് അഹമ്മദാബാദിലെ മിൽ ഓണേഴ്സും മിൽ വർക്കേഴ്സും തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഗാന്ധിജി എത്തുന്നത്. അവിടെ പ്ലേഗ് പിടിപെട്ട സമയത്ത് പ്ലേഗ് ബോണസ് നൽകുന്നതിൽ നിന്നും അഹമ്മദാബാദിലെ മിൽ ഓണേഴ്സ് വിസമ്മതിക്കുന്നു. അങ്ങനെ ആ ഒരു പ്രശ്നത്തിനെതിരെയാണ്, പ്ലേഗ് ബോണസിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി അഹമ്മദാബാദിലേക്ക് എത്തുന്നത്. ഗാന്ധിജി അവിടുത്തെ തൊഴിലാളികളോട് 35% വേതന വർധനവിന് വേണ്ടിയിട്ട് സമരം ചെയ്യുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. മിൽ ഓണേഴ്സ് 20% മാത്രം നൽകുവാനായിട്ട് തയ്യാറായി. ഗാന്ധിജി പക്ഷേ അവിടുത്തെ തൊഴിലാളികളോട് അഹിംസാപരമായ രീതിയിൽ പെരുമാറണം, അല്ലെങ്കിൽ അഹിംസയോടുകൂടി സ്ട്രൈക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഗാന്ധിജിയും നിരാഹാര സമരത്തിൽ കിടക്കുന്നു. മരണം വരെ നിരാഹാരം, ഫാസ്റ്റ് അൺ ടു ഡെത്ത് നിരാഹാര സമരം കിടക്കുവാനായിട്ട് ഗാന്ധിജി തയ്യാറായി. ഈ ഒരു പ്രക്ഷോഭത്തിന് കുറച്ചുകൂടി ശക്തിയേകുവാനായിട്ട് ഗാന്ധിജിയും നിരാഹാര സമരം കിടക്കുവാനായിട്ട് തയ്യാറായി. അങ്ങനെ അവസാനം
അവിടുത്തെ മിൽ മുതലാളിമാർ എല്ലാവരും തന്നെ 35% വർധനവ് നൽകുവാനായിട്ട് സമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഗാന്ധിജിയുടെ രണ്ടാമത്തെ വിജയം, ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്കും ഇന്ത്യയിൽ വിജയം കാണുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഗാന്ധിജിയുടെ ഹങ്കർ സ്ട്രൈക്ക് അഹമ്മദാബാദിലാണ്. അഹമ്മദാബാദിൽ 1918 ഗാന്ധിജി ഹങ്കർ സ്ട്രൈക്കിൽ ഏർപ്പെടുന്നത്. ഗാന്ധിജിയുടെ മിൽ ഓണേഴ്സും മിൽ വർക്കേഴ്സും തമ്മിലുള്ള ഒരു പ്രശ്നത്തിലാണ് ഗാന്ധിജി ഇടപെടുന്നത്. അവിടെ പ്ലേഗ് പിടിപെട്ട സമയത്ത് പ്ലേഗ് ബോണസ് നൽകുവാനായിട്ട് മിൽ ഓണേഴ്സ് വിസമ്മതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഗാന്ധിജി അവിടെ അവർക്കിടയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗാന്ധിജി അവിടുത്തെ മിൽ വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അഹമ്മദാബാദിൽ എത്തുന്നത്. ഗാന്ധിജി അവിടുത്തെ തൊഴിലാളികളോട് 35% വർധനവിന് വേണ്ടിയിട്ട് സമരം ചെയ്യുവാനായിട്ട് ആഹ്വാനം ചെയ്തു. അവിടുത്തെ മിൽ ഓണർമാർ എല്ലാവരും തന്നെ 20% വർധനവ് നൽകുവാനാണ് തയ്യാറായത്. ഗാന്ധിജി അവിടുത്തെ തൊഴിലാളികളോട് വളരെ സമാധാനമായ രീതിയിൽ സമരത്തിൽ തുടരുവാനായിട്ട് ആവശ്യപ്പെടുന്നു. ഈ സമരത്തിന് കുറച്ചുകൂടി ശക്തിയേകുവാനായിട്ട് ഗാന്ധിജി ഇവർക്ക് സപ്പോർട്ടിനായിട്ട് ഗാന്ധിജി ഹങ്കർ സ്ട്രൈക്കിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. ഫാസ്റ്റ് അൺ ടു ഡെത്ത്, മരണം വരെ നിരാഹാരം കിടക്കുവാനായിട്ട് ഗാന്ധിജിയും തയ്യാറായിട്ട് വന്നു. അങ്ങനെ അവസാനം മിൽ മുതലാളിമാർ 35% വർധനവ് നൽകുവാനായിട്ട് സമ്മതിക്കുകയാണ് ചെയ്തത്. ഗാന്ധിജിയുടെ സമ്മർദ്ദത്തിനും അതുപോലെ തന്നെ തൊഴിലാളികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് 35% വർധനവിന് മിൽ മുതലാളിമാർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഗാന്ധിജിയുടെ രണ്ടാമത്തെ ഇന്ത്യയിലെ എക്സ്പെരിമെന്റ് അഹമ്മദാബാദിലെ ഹങ്കർ സ്ട്രൈക്ക് വിജയം കണ്ടു. ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് വിജയം കണ്ടു. രണ്ടാമത്തെ എക്സ്പെരിമെന്റും ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്കും വിജയം കാണുകയാണ് ചെയ്തത്. മൂന്നാമതായിട്ട് ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോപ്പറേഷൻ ആണ് കേഡയിൽ. 1918 തന്നെയാണ് കേഡയിൽ 1918 ആ ഭാഗങ്ങളിൽ വളരെ വലിയൊരു വരൾച്ചയുണ്ടായി. അങ്ങനെ കേഡ ഡിസ്ട്രിക്ട്, ഗുജറാത്തിലെ കേഡ എന്ന് പറയുന്ന സ്ഥലത്തെ കൃഷിയെല്ലാം തന്നെ നശിച്ചുപോയി. റവന്യൂ കോഡ് നിലനിന്നിരുന്നു. റവന്യൂ കോഡ് പ്രകാരം അവിടുത്തെ മൊത്തം കൃഷി സാധാരണ ലഭിക്കുന്ന കൃഷിയെക്കാട്ടിലും കൃഷിയുടെ 1/4 4/1 കുറവാണെങ്കിൽ കർഷകരാരും തന്നെ ടാക്സ് നൽകണ്ട എന്നതാണ് റവന്യൂ കോഡ്. റവന്യൂ കോഡ് എന്ന് പറയുന്നത് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് കിട്ടുന്ന വിളവെടുപ്പ് സാധാരണ കിട്ടാമായിരുന്ന വിളവെടുപ്പിന്റെ 4/1 കുറവാണെങ്കിൽ ആരും തന്നെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതാണ് റവന്യൂ കോഡ്. ഇങ്ങനെ റവന്യൂ കോഡ് നിലനിൽക്കുമ്പോഴാണ് ടാക്സ് നൽകുവാനായിട്ട് കേഡയിൽ ആവശ്യപ്പെടുന്നത്. കേഡയിൽ അതിനെതിരെയാണ് ഗാന്ധിജി ആദ്യത്തെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കേഡയിൽ 1918 ഗാന്ധിജിയുടെ ആദ്യത്തെ നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിസ്സഹകരണമായിട്ട് ഗാന്ധിജിയുടെ ആദ്യത്തെ നോൺ കോപ്പറേഷൻ എക്സ്പെരിമെന്റ് കേഡയിൽ, ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് അഹമ്മദാബാദ്, ആദ്യത്തെ സിവിൽ ഡിസൊബീഡിയൻസ് ചമ്പാരനിൽ. അപ്പോൾ ഇവിടെ 1918 വലിയൊരു വരൾച്ചയുണ്ടായി. അങ്ങനെ കേഡയിലെ കൃഷിയെല്ലാം തന്നെ നശിച്ചുപോയി. ഗുജറാത്തിലെ കേഡ എന്ന് പറയുന്ന സ്ഥലത്തെ കൃഷിയെല്ലാം നശിച്ചുപോയി. റവന്യൂ കോഡ് പ്രകാരം ഒരു സ്ഥലത്തെ വിളവെടുപ്പ് സ്ഥിരം കിട്ടാമായിരുന്ന വിളവെടുപ്പിന്റെ 4/1 കുറവാണെങ്കിൽ ആരും തന്നെ കൃഷിക്ക് റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതാണ് റവന്യൂ കോഡ്. ഈ റവന്യൂ കോഡ് നിലനിൽക്കുന്നത് വഴി കർഷകർ ആരും തന്നെ ടാക്സ് കൊടുക്കുവാനായിട്ട് ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴും അവിടുത്തെ അതോറിറ്റീസ് ഈ ടാക്സിൽ ഒരു രീതിയിലുമുള്ള ഇളവുകൾ വരുത്തുവാനായിട്ട് തയ്യാറായില്ല. ഗാന്ധിജി ഈ പറയുന്ന കർഷകരെ അനുകൂലിച്ചുകൊണ്ട് ഗാന്ധിജി മുന്നോട്ട് വരികയാണ് ചെയ്തത്. ഗാന്ധിജി ടാക്സ് കൊടുക്കുന്നതിൽ നിന്നും കർഷകരെ തടയുകയാണ് ചെയ്തത്. ഗാന്ധിജി സപ്പോർട്ടഡ് ദ പെസൻസ് കോസ് ആൻഡ് ആസ്ക്ഡ് them to withhold revenue. ഗാന്ധിജി കർഷകരെ സപ്പോർട്ട് ചെയ്യുകയും അതോറിറ്റീസിനടുത്ത് ടാക്സ് വേണ്ടെന്ന് വെക്കണം ഉള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് ചെയ്തത്. പക്ഷെ അതോറിറ്റീസ് തുറന്ന് സമ്മതിച്ചില്ല ടാക്സ് നൽകണ്ട എന്ന്.
പക്ഷെ ഒരു സീക്രട്ട് ഓർഡർ പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. ആരൊക്കെയാണോ ടാക്സ് നൽകാൻ കഴിവുള്ളവർ അവർ മാത്രം ടാക്സ് നൽകിയാൽ മതി എന്ന ഒരു ഓർഡർ അവിടെ കേരയിൽ അതോറിറ്റീസ് പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കേരയിൽ ആദ്യത്തെ നോൺ കോർപ്പറേഷൻ ആണ്. അവിടത്തെ 1918 കേരളയിൽ ഒരു വലിയൊരു വരൾച്ച ഉണ്ടായി. അങ്ങനെ അവിടെ കൃഷിനാശം സംഭവിച്ചു. റവന്യൂ കോഡ് പ്രകാരം അവിടുത്തെ ഈൽഡ് 1/4 കുറവാണെങ്കിൽ, സാധാരണ കിട്ടുന്ന വിളവെടുപ്പിന് 1/4 കുറവാണെങ്കിൽ ആരും തന്നെ കർഷകർ ആരും തന്നെ ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നതാണ് റവന്യൂ കോഡ്. അങ്ങനത്തെ റവന്യൂ കോഡ് നിലനിൽക്കുന്ന സമയത്താണ് അവിടുത്തെ അതോറിറ്റീസ് ഒരു രീതിയിലുമുള്ള ഇളവ് നൽകുവാനായിട്ട് തയ്യാറായില്ല. അങ്ങനെ ഇളവ് നൽകാൻ തയ്യാറാവാതെ വന്നപ്പോഴാണ് ഗാന്ധിജി അതിൽ ഇടപെടുന്നത്. ഗാന്ധിജി കർഷകരെ പിന്താങ്ങിക്കൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. എന്നിട്ട് റവന്യൂ വിത്ത്ഹോൾഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് അവിടുത്തെ അതോറിറ്റീസിനോട്. പക്ഷെ അവിടുത്തെ അതോറിറ്റീസ് അതിന് തയ്യാറായില്ല. പക്ഷെ അവർ ഒരു സീക്രട്ട് ഓർഡർ ഇറക്കുകയാണ് ചെയ്തത്. ആരൊക്കെയാണോ റവന്യൂ നൽകാനായിട്ട് കഴിയുന്നത് അവർ മാത്രം, those who could afford to pay should only pay എന്ന് പറയുന്ന രീതിയിൽ ഒരു എഗ്രിമെന്റിൽ എത്തുകയാണ് ചെയ്തത്. അതായത് ഗാന്ധിജി കേരളയിലും വിജയം കാണുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ നോൺ സിവിൽ ഡിസൊബീഡിയൻസ്, ചമ്പാരനിലെ സിവിൽ ഡിസൊബീഡിയൻസ്, തീൻ കത്തിയ എന്ന് പറയുന്ന സിസ്റ്റത്തിനെതിരെയുള്ള സിവിൽ ഡിസൊബീഡിയൻസ് വിജയം കണ്ടു. അതുപോലെ തന്നെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക്, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, ഹങ്കർ സ്ട്രൈക്ക്, അതും വിജയം കാണുകയാണ് ചെയ്തത്. മൂന്നാമതായിട്ട് കേരളയിലെ സത്യാഗ്രഹവും വിജയം കാണുകയാണ് ചെയ്തത്. ആദ്യത്തെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്. ഈ 3 പ്രക്ഷോഭത്തോടു കൂടി, 3 സമരത്തോടു കൂടി ഗാന്ധിജി ഇന്ത്യയിലെ ഒരു അൺപാരലൽ നേതാവായിട്ട് മുന്നോട്ട് വരികയും 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മാസ് മൂവ്മെന്റ് ആയ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിന് ഗാന്ധിജി നേതൃത്വം നൽകി. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുകയും ജനങ്ങളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ വരവോട് കൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സോഷ്യൽ ബേസ് വർദ്ധിക്കുവാനായിട്ടും അതുപോലെ തന്നെ കോൺഗ്രസ് മൂവ്മെന്റ് മാസ് സ്ട്രഗിളിലേക്ക് പോയതും ഗാന്ധിജിയുടെ വരവോട് കൂടി ആയിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നാളെ നമ്മൾ സൂറത്ത് ജാലിയൻ വാലാബാഗ് മാസക്കർ ആണ് നമ്മൾ നാളെ ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവിധ ക്ലാസ്സസിന്റെ അപ്ഡേറ്റ്സും ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാം എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അൺഅക്കാഡമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഉപയോഗിക്കേണ്ട പ്രൊമോ കോഡ് SIVAKC ശിവ KC എന്ന് പറയുന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്യൂ. നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. സൈനിങ് ഓഫ് KC ശിവരാജ് ഫ്രം അൺഅക്കാഡമി.